പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് മുസ്ലിം ലീഗ്. അക്രമികൾ മതത്തെ ദുരുപയോഗപ്പെടുത്തുകയാണെന്ന് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും. മതവും ഭീകരവാദവും തമ്മിൽ ബന്ധമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അക്രമത്തിലൂടെ രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നതായും ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും സാദിഖ് അലി തങ്ങളും പറഞ്ഞു. ഏറ്റവും വലുത് ഫാമിലിയാണ്. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ. വിനോദസഞ്ചാര കേന്ദ്രത്തിലുണ്ടായ ആക്രമണം രാജ്യത്തിന്റെയാകെ വിനോദസഞ്ചാര മേഖലകളെ ബാധിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം വന്നതായും ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കോവിഡിന് ശേഷം രാജ്യത്തെ ടൂറിസം മേഖല മെച്ചപ്പെട്ടു വരികയായിരുന്നു. ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ തന്നെ ടൂറിസത്തെ അങ്ങേറ്റം ബാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ സംഭവങ്ങളെ ലോകം വിലയിരുത്തുക എന്നുള്ളത് ആശങ്കാജനകമാണ്. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കേണ്ടതുണ്ട്. അത് ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല. ജനാധിപത്യ രീതിയിലാണ് നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. രാജ്യം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ എതിർക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മതത്തെ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുകയാണ്. അക്രമകാരികളുടെ മതം അക്രമത്തിന്റേത് മാത്രമാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. തീവ്രവാദത്തെ ഒഴിവാക്കിയതാണ്. തീവ്രവാദം പാടില്ല എന്നുള്ളത് നബി കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം. തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും. പക്ഷെ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക. അവരക്രമികളാണ്, ക്രിമിനൽസാണ്. അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത്. അവർ മതത്തെ അതിന് ചീത്തപ്പേരുണ്ടാക്കുകയാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് മതവും അതുമായിട്ട് ബന്ധമില്ല. എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട്, നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ അത് തീവ്രവാദം മതമായിട്ട് ബന്ധമില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതാണ് താങ്കൾ ഇവിടെ പറഞ്ഞത്. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിൽക്കേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്, ആക്ഷൻസും. അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത്. അക്രമം ആവർത്തിക്കാതിരിക്കാൻ കാശ്മീരി ജനതയുടെ സുരക്ഷ കേന്ദ്ര സർക്കാർ ശക്തിപ്പെടുത്തണം. ഭീകരാക്രമണത്തെ തുടർന്ന് കാശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും തങ്ങൾ വ്യക്തമാക്കി. കേരള വിഷൻ, മലപ്പുറം.